നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഒരു അർജൻറ്റ് ചാനൽഡ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻ്റെ. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ എന്താ പറയുന്നത് നോക്കാം. കുറച്ച് കാര്യങ്ങൾ അവർക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതെന്താന്ന് നമുക്ക് നോക്കാം. കൺഫ്യൂസ്ഡ് തോട്ട്സ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അവരൊരുപാട് കൺഫ്യൂസ്ഡ് ആണ്. അവരുടെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂസിങ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചും, അത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം അവരുടെ ജീവിതത്തിലെ ഫാമിലി, ഫൈനാൻസ്, അല്ലെങ്കിൽ ജോലിയുടെ അവിടെ എന്തെങ്കിലും സ്ട്രെസ്സ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ചായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചായാലും അവർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ മൈൻഡിൽ. സോ അതിൻ്റെ ഒരു കാര്യം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ് എന്നാണ് അവർ പറയുന്നത്. എനിക്ക് അവരുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ നടക്കുന്നുണ്ട്. അവർക്ക് എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ചിലപ്പോൾ തിരിച്ചറിയുന്നില്ല എന്ന രീതിക്ക്. ട്രാപ്നെസ്. ഓക്കെ, യെസ്, അവരുടെ ചിന്തകളിൽ ട്രാപ്ഡ് ആയിട്ടുള്ളതായിരിക്കാം. അല്ലെങ്കിൽ അവർ ജീവിതത്തിലെ ചില സിറ്റുവേഷൻസിൽ സ്റ്റക്കായിരിക്കാം. നമ്മുടെ 8 ഓഫ് സോഡ്സിൻ്റെ കാർഡാണിത്. ഓക്കെ, പെട്ട് നിൽക്കുന്ന പോലെയാണ്. അവരെന്തിലോ പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അവർക്ക് അങ്ങനെ ഒരു ട്രാപ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ പറയാ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, എനിക്കൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല, ഒരു തീരുമാനം എടുക്കാൻ പോലും സാധിക്കുന്നില്ല. ചിന്തകൾ എന്നെ ഒരുപാട് വരിഞ്ഞു മുറുക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ തന്നെ എനിക്ക് സാധിക്കുന്നില്ല. ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ നെക്സ്റ്റ് ആക്ഷൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയുന്നില്ല. പാർട്ടിങ് ഓഫ് ദ വേസ്. നിങ്ങളെ ചിലപ്പോൾ വിട്ടുപോയി കാണാം. ഓക്കെ, നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിപ്പോയി കാണാം. അവർ സെപ്പറേഷനിലായിരിക്കാം നിങ്ങൾ തമ്മിൽ. പാർട്ടിങ് ഓഫ് ദ വേസ് കാണുന്നുണ്ട്. ഇമ്പാക്റ്റ് ഓഫ് ദി എൻവയറമെൻറ്റ്. യെസ്, പുറമേ ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും. ഇത് റീഡിങ് ആർക്കും ആവാം. ഓക്കെ, എല്ലാവർക്കും മാച്ച് ആവാം. നിങ്ങൾ ഏത് സിറ്റുവേഷൻ ആയാലും ശരി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം എടുക്കാം. ഇമ്പാക്റ്റ് ഓഫ് ദി എൻവയറമെൻ്റ് ആണ് എന്ന് വെച്ചാൽ പുറമേ ഉള്ള കാര്യങ്ങൾ. ഓക്കെ, അവരല്ല ജീവിതത്തിലെ കാര്യങ്ങൾ, പുറമേ ഉള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് അവരെ ബാധിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ തടസ്സം നിൽക്കുന്നത് പുറത്ത് വേറെ ചില എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. അവരെ ഫാമിലി ആവാം, ഞാൻ പറഞ്ഞ പോലെ ജോലിയോ ഫൈനാൻസോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, വേറെ തേർഡ് പാർട്ടിയുടെ നോക്കാം എനർജി ആണോ. ട്രൂ ലവ്. ഓക്കെ, വാവ്. അവർ നിങ്ങളോട് പക്ഷേ ഓക്കെ, ഇവിടെ ലോയൽറ്റി ആൻഡ് ട്രസ്റ്റ് ബാക്കിലുണ്ട്. അവർ ആക്ച്വലി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരി, നിങ്ങൾ തമ്മിൽ അകൽച്ചയാണെങ്കിലും ശരി, അവർ നിങ്ങളെയാണ് ട്രൂ ആയിട്ട് സ്നേഹിക്കുന്നത് എന്നാണ് പറയുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങൾക്കാണ് സ്ഥാനം എന്നാണ് പറയുന്നത്. ഓക്കെ, എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ശരി, എവിടെ എന്ത് പെട്ടു നിൽക്കുന്നുണ്ടെങ്കിലും ശരി, അവരുടെ മനസ്സിൽ നിങ്ങൾക്കാണ് സ്ഥാനം, അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്കാണ് സ്ഥാനം. ഇവിടെ ലോയൽറ്റി ആൻഡ് ട്രസ്റ്റ് ഉണ്ട്. അവർ പറയുന്നത് അവർ ട്രസ്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അവർ നിങ്ങളെ ചതിച്ചിട്ടില്ല, ചീറ്റ് ചെയ്യില്ല എന്ന രീതിയിലാണ്. അവരോട് വിശ്വാസം വെക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അവർ പറയുന്നുണ്ട്, എന്നെ വിശ്വസിക്കൂ, ഞാൻ ഈ പറയുന്ന ഒന്നും വെറുതെ അല്ല, എനിക്ക് ശരിക്കും സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട്, സിറ്റുവേഷൻസ് കൊണ്ട് ഞാൻ പെട്ട് നിൽക്കുകയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് അറ്റൻഷൻ തരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കൂടെ ഉണ്ടാവാൻ പറ്റുന്നില്ല, നമ്മളൊന്ന് അകന്ന് നിൽക്കേണ്ടി വരുന്നു. അത് പക്ഷെ എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ഇഷ്ടം, എൻ്റെ ട്രൂ ലവ് എന്ന് പറയുന്നത്, ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു ട്രൂ ലവ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. വ്യൂവറിനോട് പറയുകയാണ്, നിങ്ങൾ പേഴ്സൺ പറയുന്നുണ്ട്. ഓക്കെ, ഇന്നോവേഷൻ ആൻഡ് ഫ്രഷ്നെസ്, the need to be loved, comprehension and okay, very nice. അവർ പറയാൻ ആഗ്രഹിക്കുന്നത്, ഓക്കെ, അവർ നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നു. ഓക്കെ, ഒരു ഫ്രഷ്നെസ് ആഗ്രഹിക്കുന്നു. വീണ്ടും നിങ്ങൾ തമ്മിൽ റീസ്റ്റാർട്ട് ചെയ്ത് വീണ്ടും നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, ജീവിതം ബെറ്റർ ആവണം, നിങ്ങളുമായിട്ടൊരു നല്ല ലൈഫ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് പോകണം എന്നവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, പുതിയ ബിഗിനിങ് വരാൻ ആഗ്രഹിക്കുന്നു. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ബെറ്റർ ആക്കി എടുക്കുക എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ഫ്രഷ്നെസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ ഫ്രഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ടെൻഷനും സ്ട്രെസ്സും എല്ലാം മാറ്റി വീണ്ടും നമ്മൾ തമ്മിൽ ആ ഒരു സ്നേഹത്തോടെ, ആ ഒരു ഇഷ്ടത്തോടെ വീണ്ടും നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, നീഡ് ടു ബി ലൗഡ്. അവർ ആക്ച്വലി നിങ്ങളുടെ അടുത്ത് നിന്ന് സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് അവരെ സ്നേഹിക്കൂ എന്ന രീതിയിലാണ് പറയുന്നത്. ഞാൻ ചില മിസ്റ്റേക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് പ്രശ്നങ്ങളുണ്ട്, ഞാൻ ശരിയായ രീതിയിലല്ല ഞാൻ അങ്ങോട്ട് കാണിക്കുന്നത്, എനിക്കറിയാം. ബട്ട് എന്നോട് സ്നേഹം എന്നെ സ്നേഹിക്കാതിരിക്കരുത് എന്നാണ് അവർ പറയുന്നത്. അവർക്ക് നിങ്ങളുടെ സ്നേഹം ആഗ്രഹമുണ്ട്. ഓക്കെ, അവർ നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
കോംപ്രിഹെൻഷൻ ആൻഡ് എൻലൈറ്റൻമെൻറ്റ്. അവർക്ക് ചില കാര്യങ്ങൾ അവർ തിരിച്ചറിയുന്നുണ്ട്. ഈ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോഴും നിങ്ങളുടെ അടുത്ത് വിട്ടുമാറി പോയിട്ടുണ്ടെങ്കിലും അവർ ചില കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അവർക്ക് നിങ്ങളെ ആണ്, ഞാൻ പറഞ്ഞില്ല, അവർ ഏറ്റവും മെയിൻ ഇപ്പം നോക്കൂ സെൻറ്ററിൽ വന്നിട്ടുള്ള ട്രൂ ലവ് ആണ്. ഓക്കെ, അപ്പോൾ ആ കാർഡാണ് ഇവിടെ ഏറ്റവും ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വെക്കേണ്ടത്. അവർക്ക് നിങ്ങൾ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ വേണ്ടത് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അവർ വേറെ എന്ത് കാര്യങ്ങളിൽ എന്തൊക്കെ അവരുടെ ചുറ്റുപാടുണ്ടെങ്കിലും ശരി, എന്ത് സാഹചര്യങ്ങളുണ്ടെങ്കിലും ശരി, അതെല്ലാം മറികടന്ന് അവർക്ക് വരാൻ സാധിക്കുന്നില്ല ഇപ്പോഴത്തെ ഒരു എനർജിയിൽ. ഓക്കെ, പക്ഷെ അവർ തീർച്ചയായിട്ടും നിങ്ങളാണ് അവർ, യു ഹോൾഡ് ഹിസ് ഹാർട്ട്, ഹിസ് ഓർ ഹേർ ഹാർട്ട് എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത്. ഓക്കെ, നിങ്ങളാണ് അവരുടെ മനസ്സിൽ ഏറ്റവും സ്ഥാനം പിടിച്ചിട്ടുള്ളത്, നിങ്ങൾ തന്നെയാണ്. ഞാൻ കാഴ്ച നിങ്ങളുടെ മുമ്പിലാണ് എടുക്കുന്നത്. ഓക്കെ, അല്ലാതെ സോ നിങ്ങളുടെ കുറേ പേരുടെയെങ്കിലും എനർജി ഇതിലുണ്ടാവും തീർച്ചയായിട്ടും. സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, ഒരു മെസ്സേജ് വരുന്ന പോലെ. ഓക്കെ, ലെറ്റ്സ് സീ. ക്രോസ് ആൻഡ് ഷിപ്പ്. ഓക്കെ, റൈഡറും ഉണ്ട് ഇവിടെ. ഓക്കെ, സെയിം കാര്യമാണ്. റൈഡർ പറയുന്നത്, സോറി, ബൊക്കെ ഉണ്ട്. അപ്പോൾ അഗെയിൻ ഇവിടുത്തെ അതേപോലെയാണ്, ഇന്നോവേഷൻ ആൻഡ് ഫ്രഷ്നെസ് ആണ്. ഓക്കെ, നിങ്ങളോട് ഒരു ഗിഫ്റ്റുമായിട്ട് വരാൻ അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളോട് ഫീലിങ്സ് പറയാൻ അവർ വരും എന്ന രീതിക്കാണ്. നിങ്ങളെ കാണാൻ വരും, അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുമായിട്ട് മുന്നോട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കും. ഓക്കെ, സ്റ്റോക്ക് ഒരു മെസ്സേജിൻ്റെ കാര്യം പറയാം നമുക്ക്. നിങ്ങൾക്കൊരു ന്യൂസ് വരാൻ പോകുന്നു, നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടാൻ പോകുന്നു, പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് വരും. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ക്രോസ് പറഞ്ഞാൽ എന്താ, നമുക്ക് ബേർഡൻ അല്ലേ, നമ്മുടെ മേലെ നമ്മൾ ക്യാരി ചെയ്യുന്ന ഒരു ഭാരം എന്ന് വിളിക്കാം. ഓക്കെ, കുരിശ് എന്താണെന്ന് അറിയാലോ. അപ്പോൾ അതെല്ലാം അവർക്ക് ലൈഫിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ലൈഫിലുള്ള തടസ്സങ്ങൾ എന്ത് തന്നെയായാലും അതിനെ മറികടന്ന് അവർ മുന്നോട്ട് വരും. ഓക്കെ, അവർ മുന്നോട്ട് വന്ന് ചിലപ്പോൾ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരാം, കാണാൻ വരാം, മെസ്സേജ് വരും. ഓക്കെ, ആൻഡ് ഇവിടെ ഷിപ്പും ഉണ്ട്. സോ നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുന്ന പോലെയാണ്. അഗൈൻ യാത്രയാണ്. ഈ രണ്ട് കാർഡും പറയുന്ന യാത്രയെക്കുറിച്ചാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാം. അവർ ആഗ്രഹിക്കുന്നുണ്ട് മീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എവിടെയെങ്കിലും യാത്ര പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് നമുക്ക് എങ്ങനെയും പറയാം, നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരുന്നു എന്നും പറയാം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന രീതിക്കുമാണ്. 10 ആണ്. യെസ്, 10 നമുക്ക് നല്ല പോസിറ്റീവായിട്ട് എടുക്കാം. സോ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുന്നു. അത് പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു മാറ്റം. ഓക്കെ, പേഴ്സൺ നല്ല രീതിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവർക്ക് വളരെയധികം പൂക്കളുണ്ട് ഇവിടെ. ഫ്ലവേഴ്സ് പറയുന്നത് നമ്മുടെ ഹാപ്പിനെസ് ആണ്, സന്തോഷമാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വരുന്ന പോലെയാണ്. സോ മേ ബി ഒരു മെസ്സേജും ഉണ്ട്, ഒരു യാത്ര അല്ലെങ്കിൽ മീറ്റിങ്ങിനുള്ള ഒരു ചാൻസും കാണുന്നുണ്ട്. ഓക്കെ, ട്രാവലിങ്ങിൻ്റെ ചാൻസസ് കാണുന്നുണ്ട് ഇവിടെ. ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദൂരെയൊക്കെ ആണെങ്കിൽ പരസ്പരം മീറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ട്രാവൽ ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, റൊമാൻസ് ഏഞ്ചൽസും ഇവിടെ എടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഈ ബന്ധത്തിനെ കുറിച്ച് സോൾമേറ്റ് എന്ന് വെറുതെ അല്ല എനിക്ക് എടുക്കാൻ തോന്നിയത്. പേ അറ്റൻഷൻ ടു ദി റെഡ് ഫ്ലാഗ്സ്, ചിൽഡ്രൻ. ഓക്കെ, ഇവിടെ മെയിൻ ഇഷ്യൂ ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ അവരുടെ ഫാമിലി ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളായിരിക്കാം, അവരുടെ കുട്ടികളായിരിക്കാം, എന്ത് തന്നെയായാലും. ഓക്കെ, കുട്ടികൾ എന്ന രീതിക്ക് കാണുന്നുണ്ട്. മേ ബി ഇന്നർ ചൈൽഡും ആവാം. ഓക്കെ, അവർ നീഡ് ടു ബി ലൗഡ് എന്ന് നമ്മൾ കണ്ടിരുന്നു. സോ അവരെപ്പോഴും സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ ഉള്ളിൽ ഒരു വൂണ്ടഡ് ചൈൽഡ് ഉണ്ട്. ഓക്കെ, നമ്മുടെയൊക്കെ ഒരു ചെറുപ്പകാലത്തിൽ ഓക്കെ നമുക്ക് ചില കിട്ടാതെ പോയ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ വളരും തോറും ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മളെ ബാധിക്കും. ഓക്കെ, നമ്മുടെ ലൈഫിൽ മുമ്പ് നടന്ന കാര്യങ്ങൾ നമ്മളെ ബാധിക്കും. അതിനെ ഇന്നർ ചൈൽഡ് എന്ന് വിളിക്കും. ഓക്കെ, നമ്മുടെ ഇന്നർ ചൈൽഡ്. ഓക്കെ, അവർ ആ ഒരു ഇന്നർ ചൈൽഡ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്നേഹമാണ്. ഓക്കെ, നിങ്ങളുടെ കെയർ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആണ്. ഓക്കെ, പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ചില മിസ്റ്റേക്സ് ഉണ്ടാവാം പേഴ്സൻ്റെ ഭാഗത്തു നിന്ന്. ഓക്കെ, നിങ്ങളത് വിട്ടുകൊടുക്കാതിരിക്കുക. എന്തെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് പറയാനുള്ള ധൈര്യം വേണം. ഇങ്ങനെ ചെയ്യരുത്, ഇത് ശരിയല്ല, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് പറ്റില്ല എന്ന് നിങ്ങൾ കൂടി പറയാൻ പഠിക്കണം. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി അവിടെ ബോൾഡ് ആവേണ്ടതുണ്ട്. പേഴ്സണെ ഹേർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് പറയാതിരിക്കേണ്ട. കാരണം നിങ്ങൾ അനുവദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് ചിലപ്പോൾ കൂടുകയുള്ളൂ അല്ലേ. സോ ബി കെയർഫുൾ. റൊമാൻറ്റിക് ഫീലിങ്സ്, യെസ്, പേഴ്സണ് തീർച്ചയായിട്ടും നിങ്ങളോട് റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്. സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ് ഉണ്ട്. ഫൈനാൻഷ്യൽ ആൻഡ് കരിയർ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ചിലവർക്ക് ജോലിയുടെ പ്രശ്നങ്ങളായിരിക്കാം, ഫൈനാൻസിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം, ഫാമിലിയുടെ ഇഷ്യൂസ് ആയിരിക്കാം. കുട്ടികളും പറഞ്ഞു. സോ മേ ബി ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസ്. എന്തായാലും നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആണ്. അവർക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണ്. ഓക്കെ, സോ ക്ലെയിം ചെയ്യൂ റീഡിങ്. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്ത് മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട്. പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ് എല്ലാവർക്കും.